ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആരംഭിക്കുമ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ 3 തെറ്റുകൾ ഇവയൊക്കെയാണ്. നിങ്ങളത് ഒഴിവാക്കുക. ആദ്യം ഞാൻ ആവേശഭരിതയായി. എൻ്റെ ഫ്രിഡ്ജിൽ വർണ്ണാഭമായ പച്ചക്കറികൾ നിറച്ചു. കാപ്പിക്ക് പകരം ഗ്രീൻ ടീ എടുത്തു. അറിയാവുന്ന എല്ലാ മോശം ഭക്ഷണങ്ങളും ഒഴിവാക്കി. പക്ഷേ ആഴ്ചകളോളം പരിശ്രമിച്ചിട്ടും എനിക്ക് ഇപ്പോഴും ക്ഷീണവും വീർപ്പുമുട്ടലും അസ്വസ്ഥതയും തോന്നി. അപ്പോഴാണ് മനസ്സിലാക്കിയത്, വൃത്തിയായി കഴിക്കുന്നത് ബുദ്ധിപൂർവ്വം കഴിക്കുന്നതിന് തുല്യമല്ല. ഒന്നാമത്തെ തെറ്റ്, ഞാൻ വളരെ കുറഞ്ഞ കൊഴുപ്പ് കഴിച്ചു. മോശം കൊഴുപ്പുകൾ നീക്കം ചെയ്യുന്നതിലാണ് ഞാൻ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്കും കൊഴുപ്പ് ലയിക്കുന്ന പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും ആരോഗ്യകരമായ കൊഴുപ്പുകൾ നിർണായകമാണെന്ന് ഞാൻ മറന്നു. അവക്കാഡോസ്, ഒലീവ് ഓയിൽ, വിത്തുകൾ എൻ്റെ ശരീരം അവയ്ക്കായി യാചിച്ചു കൊണ്ടിരുന്നു. രണ്ടാമത്തെ തെറ്റ്, ഞാൻ അസംസ്കൃത പച്ചക്കറികളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആരോഗ്യകരമാണെന്ന് തോന്നുന്നു, പക്ഷേ എൻ്റെ ദഹനത്തിന് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. നിരന്തരമായ വയറുവേദനയ്ക്കും അസ്വസ്ഥതയും ഉണ്ടായി. എൻ്റെ പച്ചക്കറികൾ ചെറുതായി ആവിയിൽ വേവിക്കുകയോ വറുക്കുകയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാം മാറി. മൂന്നാമത്തെ തെറ്റ്, ഞാൻ എൻ്റെ രക്തത്തിലെ പഞ്ചസാരയെ അവഗണിച്ചു. സംസ്കരിച്ച പഞ്ചസാര ഉപേക്ഷിച്ചെങ്കിലും ഫ്രൂട്ട്, സ്മൂത്തികൾ, ഓട്സ്, കുറഞ്ഞ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഞാൻ ഇപ്പോഴും ഇൻസുലിൻ വർദ്ധിപ്പിക്കുകയായിരുന്നു. പ്രോട്ടീനും ഫൈബറും ഉപയോഗിച്ച് എൻ്റെ ഭക്ഷണം സ്ഥിരപ്പെടുത്തുന്നത് ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നിങ്ങൾ എന്ത് നീക്കം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചല്ല, അത് നിങ്ങൾ എന്തു നിർമ്മിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ ഈ തെറ്റുകളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തുലിതാവസ്ഥ നൽകുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക.